മുമ്പ് ഞാൻ ചെയ്ത ഒരു വളരെ വിശദമായൊരു വീഡിയോ വെള്ളീച്ചയുടെ ആക്രമണവും അതിൻ്റെ ജീവിതചക്രവും നിയന്ത്രണ മാർഗങ്ങളെയും കുറിച്ചിട്ടുള്ള വളരെ വിശദമായൊരു വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ അവസാനം കൊടുക്കാം. അതിൽ പോയി നിങ്ങൾക്കത് വിശദമായി കാണാവുന്നതാണ്. ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ ഒരു പ്രശ്നത്തെക്കുറിച്ചാണ്. പക്ഷേ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും, തേങ്ങ കാണുമ്പോഴേ അറിയാം കറുത്ത നിറത്തിലുള്ള പാടുകൾ കാണുന്നുണ്ട്. എന്തായിരിക്കും? ഇതാണ് മണ്ടരി ബാധിച്ചതാണ്. എന്താണ് മണ്ടരി ബാധിച്ചതിൻ്റെ ലക്ഷണങ്ങൾ എന്നറിയാൻ പറ്റുമോ? ഇതുപോലെ ത്രികോണ നിറത്തിലുള്ള പാടുകൾ കാണപ്പെടും. നമ്മുടെ ഇന്ത്യയിൽ ഈ മണ്ടരി ബാധ ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് 1997 നഗ്നേത്രങ്ങളെ കൊണ്ട് കാണാൻ കഴിയാത്ത 4 കാലുള്ള ചെറിയ ഒരു ജീവിയാണ് മണ്ടരി. ഇത് നമ്മുടെ മച്ചിങ്ങ അരിക്കുന്ന സമയത്ത് അതിൻ്റെ മൃദുല ഭാഗങ്ങളിൽ പെൺ മണ്ടരികൾ മുട്ടയിട്ട് കോളനികളായിട്ടാണ് കാണപ്പെടുന്നത്. അതാണ് നമുക്കവിടെ ത്രികോണ രൂപത്തിൽ പിന്നീടത് കാണാൻ കഴിയുന്നത്. ഇങ്ങനെ കോളനികൾ പിന്നീടത് വളർന്ന് വലുതാകും. ഇവ പിന്നീട് കാറ്റ് വഴി മറ്റുള്ള തെങ്ങുകളിലേക്കും വ്യാപിക്കുകയാണ് ചെയ്യുന്നത്. ഈ കോളനികളിൽ പിന്നീടാണ് ഇവ നീരുറ്റി കുടിച്ചതിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് അവിടെ ത്രികോണ നിറത്തിൽ പാടുകൾ കാണാൻ കഴിയുന്നത്. ഒരുപക്ഷെ ഏത് തെങ്ങുകൾ എടുത്ത് നോക്കുകയാണെങ്കിലും അതിൽ മിക്കവാറും മണ്ടരി ആക്രമിച്ചതായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ്. ഉദാഹരണമായി ഞാൻ ഈ ഒരു തെങ്ങ് കാണിച്ചു തരാം. ഇതിൽ മണ്ടരി ബാധ ഉണ്ട്. അതുപോലെ തൊട്ടപ്പുറത്തുള്ള മറ്റൊരു തെങ്ങും ഞാൻ കാണിച്ചു തരാം. കഴിയുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, എങ്കിലും ഇതിലും മണ്ടരി ബാധ ഉണ്ട്. മണ്ടരി ആക്രമിക്കുകയാണെങ്കിൽ മച്ചിങ്ങകളുടെയോ അല്ലെങ്കിൽ വലുതായി വരുമ്പോഴോ അതിൻ്റെ തൊപ്പിയുടെ ഭാഗത്ത് നിന്ന് താഴോട്ടായിരിക്കും കരിച്ചിൽ കാണപ്പെടുക. അവിടെയായിരിക്കും ഇവ നീരൂറ്റി കുടിച്ചതിൻ്റെ അടയാളങ്ങൾ ത്രികോണാകൃതിയിൽ കാണപ്പെടുന്നത്. തെറ്റിദ്ധരിക്കാതിരിക്കാൻ വേണ്ടിയാണ് പറയുന്നത്. കാരണം മറ്റൊരു കീടമുണ്ട്, പൂങ്കുലച്ചാഴി. ഇതും ആക്രമിക്കുന്നത് ഏകദേശം ഇളം തേങ്ങകളിലും മച്ചിങ്ങകളിലുമാണ്. പറയാൻ കാരണം ഇവയുടെ ആക്രമണം ഉണ്ടെങ്കിലും ഇതുപോലെ വിള്ളലുകൾ കാണാവുന്നതാണ്. കുറച്ച് വലിയ തേങ്ങകളായിരിക്കുമ്പോൾ ഈ വിള്ളലുകളിൽ നിന്ന് പൂങ്കുലച്ചാഴി ആക്രമിച്ചതാണെങ്കിൽ ഓറഞ്ച് നിറത്തിലുള്ള ഒരു ദ്രാവകം പുറത്തേക്ക് വരുന്നതാണ്. മണ്ടരി ആക്രമിക്കുകയാണെങ്കിൽ മച്ചിങ്ങ ആയിരിക്കുമ്പോൾ തന്നെ മച്ചിങ്ങ പൊഴിഞ്ഞു വീഴാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ തേങ്ങ വിണ്ട് കീറുക, തേങ്ങ വളർച്ചയില്ലാതെ മുരടിച്ചിരിക്കുക, അതുപോലെ ത്രികോണാകൃതിയിൽ വിള്ളലുകൾ കാണപ്പെടുക, ഇതെല്ലാം മണ്ടരി ആക്രമിച്ചതിൻ്റെ ലക്ഷണങ്ങളാണ്. മച്ചിങ്ങ പൊഴിച്ചിലിന് പല കാരണങ്ങളുണ്ട്. ചിലപ്പോൾ മൂലകങ്ങളുടെ കുറവ് കൊണ്ടാവാം, അതല്ലെങ്കിൽ പൊട്ടാഷ് കുറയുന്നത് കൊണ്ട്, അതല്ലെങ്കിൽ ബോറോണിൻ്റെ കുറവ് കൊണ്ട്, അതുമല്ലെങ്കിൽ ഈ പറഞ്ഞ പൂങ്കുലച്ചായുടെ ആക്രമണം, അതുപോലെ തന്നെ ഈ പറഞ്ഞ മണ്ടരിയുടെ ആക്രമണം, ഇവ കൊണ്ടൊക്കെ മച്ചിങ്ങ പൊഴിയാൻ സാധ്യതയുണ്ട്. ഒരു കാരണം ഇതുപോലെ മണ്ടരിയുടെ ആക്രമണവും ആവാം. ഇനി ഇവയെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി നമുക്ക് അസാഡിറാക്റ്റിൻ എന്ന് പറയപ്പെടുന്ന ഒരു കീടനാശിനി, വേപ്പധിഷ്ഠിത ഒരു കീടനാശിനിയാണ്. ഇത് വേണമെങ്കിൽ വർഷത്തിൽ 3 തവണ അടിച്ചു കൊടുക്കാം. ഏകദേശം 4-5 മാസം പ്രായമായ ചെറിയ മച്ചിങ്ങകളിലാണ് അടിച്ചു കൊടുക്കേണ്ടത്. അതിൽ മച്ചിങ്ങ മുഴുവൻ തട്ടുന്ന രീതിയിൽ അടിച്ചു കൊടുക്കുക. അതുപോലെ വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം ഉപയോഗിക്കാം. നമ്മൾ വീട്ടിൽ ചെയ്യുന്ന തെങ്ങുകളാണെങ്കിൽ ഈ പറഞ്ഞത് തന്നെ ധാരാളമാണ്. ഒന്നെങ്കിൽ വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഏതെങ്കിലും വേപ്പധിഷ്ഠിത കീടനാശിനി. ഇനി അസാഡിറാക്റ്റിൻ പോലെയുള്ളത്. ഇനി വലിയ തെങ്ങ് കർഷകരാണെങ്കിൽ, അതായത് തോട്ടങ്ങളിൽ വലിയ രീതിയിൽ പ്ലാന്റേഷനായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് ഫെൻപൈറോക്സിമേറ്റ് എന്ന മരുന്നോ അതല്ലെങ്കിൽ ഡൈക്കോഫോൾ എന്ന മരുന്നോ ഒക്കെ ഉപയോഗിക്കാം. വീട്ടിൽ ചെയ്യുന്നവർ ഒരിക്കലും ഈ മരുന്ന് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. വീഡിയോ ഉപകാരപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കൃഷിയെ സ്നേഹിക്കുന്നവരിലേക്ക് ഷെയർ ചെയ്യുക. താങ്ക്